Good morning, sir. Good morning. Yeah. Okay, Achu, good morning. Good morning, sir. Yes, Elisa, good morning. Good morning, sir. Yes, Sahilat, good morning. ജോസ്മിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. അത് വരാൻ പറ്റില്ല. എന്തോ? അമ്മായി മരിച്ചിട്ടേ അവിടെ പോയൊക്കെയായിരുന്നു. ഓ യെസ്. അമ്മയുടെ ചേട്ടന്റെ ഭാര്യ മരിച്ചിട്ടേ. ഓക്കെ 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 ഓക്കെ. അന്ന് ചൊവ്വാഴ്ച സാറിന് ആയിരുന്നു. അപ്പൊ അന്ന് വരാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ കുർബാന ഉണ്ടായിരുന്നു. അപ്പൊ വ്യാഴാഴ്ച അപ്പോഴും വരാൻ പറ്റിയില്ല. നോ പ്രോബ്ലം. യെസ്. ഞാൻ കാണാത്തതിന്റെ പേര് ചോദിച്ചു നോക്കുന്നുണ്ട്. ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ടു. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ആരാണ് പ്രയർ? ഞാൻ ചൊല്ലാം, sir. ഓക്കെ അയച്ചു. Dear God, thank you for this new day. Please guide to thoughts, words, and actions today. Help me to be source of love and kindness. Amen. വെരി ഗുഡ് വെരി ഗുഡ് അച്ചു. വളരെ ഫ്രണ്ടിനോട് പറയുന്ന പോലെയാണ് അച്ചു പറഞ്ഞത്. ഡിയർ ഗോഡ്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. സഹായിക്കാതെ ഉണ്ടെങ്കിൽ ഇപ്പൊ സഹായിക്കണം അല്ലേ അച്ചു? യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പോ ഞാൻ നിങ്ങളോട് വെറുതെ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് കഴിയുമ്പോൾ ചോദിക്കാം. ഓക്കെ. ഇനി അടുത്തത് തോട്ട് ഓഫ് ദി ഡേ. Sir, may I? Okay, I know. Very good. Continue. We born in one day, we die in one day, we can change in one day, we can fall in love one day, we can succeed in one day, anything can happen in just one day. Start with day one and your one day will come. Yes, very good, very good. Everyone കിട്ടിയാലും very good, very good. നന്നായിട്ടുണ്ട്. Yes. Thank you. Okay, okay, very good, very good. Yes, then signing on. യെസ്. അപ്പൊ അതില്ലാത്തതുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യെസ്, ഞാൻ നേരത്തെ അച്ചു പറഞ്ഞപ്പോ ഞാൻ പറയാം. അന്ന് ശരി. ഓക്കെ, അതായിരിക്കണം നമ്മുടെ പോളിസി. ആരുമില്ലെങ്കിൽ ഞാൻ വരും. ഓക്കെ, വെരി ഗുഡ്. Good morning, everyone. I would like to express a warm welcome to all our respected teachers and all my dear friends. This is a wonderful opportunity to learn and grow together. Let's make this day a great one. ഒരു വെടിക്കുളം വരുന്നപ്പോഴും അച്ചു കയ്യിൽ കരുതി വെച്ചേക്കാണ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെ ഇരിക്കണം ടീച്ചർമാർ. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഞാൻ നേരത്തെ പറയാൻ പോയത് ഈ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ദൈവത്തിന് അറിയാം. പ്രസന്റ് അറിയാം. അതായത് ഇന്നിപ്പോ ഫെബ്രുവരി മാസം 3-ാം തീയതി 11:36 ഞാൻ MT20 എന്ന് പറയുന്ന ക്ലാസ് എടുക്കുന്നുള്ള കാര്യം നേരത്തെ ദൈവത്തിന് അറിയാം. അപ്പൊ ഫ്യൂച്ചർ അറിയാം, നടന്നുകൊണ്ടിരിക്കുന്ന അറിയാം, പാസ്റ്റ് കഴിഞ്ഞു പോയത് അറിയാം. പക്ഷെ നമ്മൾ ഈ എല്ലാ ബുക്കുകളൊക്കെ നോക്കുമ്പോൾ ഇപ്പൊ ഹിന്ദു പുരാണമായാലും ക്രിസ്ത്യൻ ആയാലും ഇസ്ലാം ആയാലും അവിടെയൊക്കെ ദൈവം ഇടയ്ക്കിടയ്ക്ക് മനുഷ്യനെ പരീക്ഷിക്കുന്നുണ്ട്, എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോ എന്റെ സംശയം ഇതാണ്, എന്ത് ചെയ്യും എന്നുള്ളത് നേരത്തെ ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെ പരീക്ഷിക്കേണ്ടതുണ്ടോ എന്ന ഒരു സംശയമാണ് ഉള്ളത്. കാരണം പരീക്ഷിച്ചു കഴിഞ്ഞാൽ പുള്ളി ഇന്നതാ ചെയ്യുള്ളൂ എന്ന് അറിയാം. പിന്നെ എന്തിനാണ് അത് പരീക്ഷിക്കുന്നത്? നേരത്തെ ഇവിടെ നമ്മുടെ അച്ചു ഒരു ഡിയർ ഗോഡ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വിളിച്ചില്ലേ, അത് കേട്ടപ്പോഴാണ് എനിക്ക് തോട്ട് വന്നത്. യെസ്, എന്ത് തോന്നുന്നു നമ്മുടെ അച്ചുവിടെ? അച്ചു, എന്തുകൊണ്ടായിരിക്കും പുള്ളി ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അല്ല ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ കണ്ടിട്ടില്ല എല്ലായിടത്തും, ഏതെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലേ? എത്ര ദിവസം നിൽക്കൊന്ന് ഇന്ദ്രൻ പരീക്ഷിക്കുന്നുണ്ട്, ബ്രഹ്മാവ് പരീക്ഷിക്കുന്നുണ്ട്, ദൈവം പരീക്ഷിക്കുന്നുണ്ട്, ഇസ്ഹാക്കിനെ. അങ്ങനെ ഒരുപാട് സ്ഥലത്തൊക്കെ ഈ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്ഹാക്കിനെ അല്ല, അബ്രഹാമിനെ, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. യെസ്,
അപ്പൊ എന്തായിരിക്കും ഈ എന്ത് ചെയ്യുമെന്നുള്ള കാര്യം പുള്ളിക്കറിയാമെങ്കിൽ പരീക്ഷിക്കേണ്ടതുണ്ടോന്നോ അതിന്റെ ഒരു ബാലിശമായ ഒരു സംശയം ചോദിച്ചാണ്. യെസ്, പരീക്ഷിക്കേണ്ടതില്ല, എന്നാലും അല്ല, ദൈവത്തിന് അറിയാലോ നമ്മള് ഇപ്പൊ ചൊവ്വാഴ്ച ഇന്ന ക്ലാസ് എടുക്കണം, ജോബ് സാറിന്റെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും, ശ്രദ്ധിച്ചിരിക്കണം, നല്ല നല്ല പഠനം മുന്നോട്ട് പോകാൻ. യെസ്, എന്തായാലും ഈ പരീക്ഷിക്കുന്നതല്ലേ ജോസ്മിക്ക് കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. ജോസ്മി പറയൂ. ജോസ്മിക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു മനുഷ്യന് അതിനെ അതിജീവിക്കാനായിട്ട് കഴിയൂല എന്ന് ദൈവം നോക്കുന്നതായിരിക്കും. ദൈവത്തിന് ഓൾറെഡി അറിയാം നമ്മള് ആ പരീക്ഷണത്തിൽ ജയിക്കൂല എന്നുള്ളത്. അന്നേരം ആള് വെറുതെ ചുമ്മാ നോക്കായിരിക്കും. സാർ, നമുക്ക് ദൈവത്തുമായിട്ടുള്ള വിശ്വാസം കുറയുവോ കൂടുവോ നോക്കാനായിരിക്കും പരീക്ഷിക്കുന്നത്. വിശ്വാസം ഒരുപാട് പരീക്ഷണം കിട്ടുമ്പോ നമുക്ക് ദൈവം എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നത്, നമ്മുടെ വിശ്വാസം കുറയുമല്ലോ, അങ്ങനെ നോക്കായിരിക്കാം. അങ്ങനെ ഒരു സംഗതിയായി. ഓക്കെ. നിങ്ങളുടെ ലെവൽ ഓഫ് തോട്ട് അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നേരെ പറഞ്ഞു നോക്കിയേ, ദൈവത്തിനും വേണ്ടത് ടൈം പാസ്. വെരി ഗുഡ്. ഓക്കെ നയന. യെസ്, എല്ലാത്തിനും നമ്മളൊരു തമാശ കണ്ടെത്തുന്നു. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഞാനിതേ വളരെയധികം പ്രഗത്ഭന്മാരോട് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. വളരെ അറിവുള്ള അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ കുറിച്ച് പറയാവുന്ന. അപ്പൊ അതിനകത്ത് പല ആൾക്കാരും പല അഭിപ്രായമാണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി റിലയബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞത് ഇതാണ്: ദൈവം ഒരിക്കലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് ഇടപെട്ടിട്ടില്ല. യെസ്, ഒരിക്കലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ആരും ഇടപെട്ടിട്ടില്ല. ദൈവം ഇടപെട്ടിട്ടില്ല, ഈശ്വരൻ ഇടപെട്ടിട്ടില്ല. അങ്ങനെ ഇടപെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇവിടെ നടക്കുന്ന ട്രെയിൻ അപകടമോ അതൊക്കെ പുള്ളിക്ക് തടയാൻ കയറി. അതുണ്ടാക്കുന്ന ആളുകളെ തടയാം. ഏതെങ്കിലും ഒരാള് ബോംബ് വെച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒത്തിരി പേരുടെ ജീവിതങ്ങളില്ലേ, അത് വേഗം തടയാം. അപ്പോ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ദൈവം കൈവച്ചിട്ടില്ല. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈവച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ദൈവത്തിനെ വിശ്വസിക്കുന്നത് ഭയം കൊണ്ടായിരുന്നു. കാരണം ഇല്ലെങ്കിൽ 8ന്റെ പണി പുള്ളി തരും എന്നുള്ളൊരു ഭയം വരെയാണ്. നേരെ മറിച്ച് മനുഷ്യൻ ദൈവത്തെ വിശ്വസിക്കേണ്ടത് ഇഷ്ടം കൊണ്ട്, സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഗോഡ് ഈസ് ലവ്. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്നേഹം എന്ന് പറയുന്നത്. യെസ്, അതായിരിക്കാം കുറച്ചുകൂടി റിലയബിൾ എന്ന് എനിക്ക് തോന്നുന്നു. യെസ്, ഓക്കെ, അത് നിങ്ങൾക്ക് വിട്ടു തന്നേക്കും. നമുക്ക് പറഞ്ഞിട്ടുള്ളത് കോൺകോഡാണ് അല്ലേ രേവതി? നമുക്ക് കോൺകോഡിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് there is a relationship between the subject used and the verb used. അതിന്റെ രണ്ടിന്റെയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറഞ്ഞത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ സെന്റൻസുകളൊക്കെ നമ്മൾ ചെയ്തു പറഞ്ഞു. ഇനി അതിൻ്റെ അത് കുറച്ചുകൂടി ബാലൻസ് നിൽപ്പുണ്ട്. നമുക്ക് ആ വിഷയത്തെ കൂടി ഒന്ന് ചിന്തിക്കാം. അപ്പൊ അടുത്തൊരു സെന്റൻസ് ഞാൻ പറയാം, എഴുതിക്കോ. എ ബ്ലാക്ക് and a white, WHAT, a black and a white photo, PHOTO, photo dash on the wall, ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആറുണ്ട്. ഷാജി PM പറഞ്ഞോളൂ. സമയം എടുത്ത് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഈസ് വേണോ ആറ് വേണോ എന്നുള്ളത് പറഞ്ഞാൽ മതി. ഓരോരുത്തരും ഒരു ഉത്തരം കണ്ടുവെച്ച് വെച്ചേട്ടോ. അത് തന്നെയാണ് പറയുന്നതെന്നുള്ളത് ലാസ്റ്റ് നമുക്ക് നോക്കാം. ഈസ് എന്തുകൊണ്ട് ഷാജി ഈസ് എന്ന് പറയാൻ കാരണം? ബ്ലാക്കും ഉണ്ട്, വൈറ്റും ഉണ്ട്. അപ്പൊ രണ്ടെണ്ണം ആയില്ലേ? അപ്പൊ 6 ഉറപ്പിച്ചു അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ ഷാജിന്റെ ആൻസർ അവിടെ കിട്ടി, അവിടെ നിൽക്കട്ടെ.
ഷെയുടെ അഭിപ്രായം എന്താണ്? ബ്ലാക്ക് അല്ല വൈറ്റ് ബോർഡ് എന്നാണോ സാർ പറഞ്ഞത്? അല്ല, എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ഫോട്ടോ, PHOTO ഫോട്ടോ, ഫോട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, പഴയ മോഡലില്ലേ, Okay. വെളുപ്പും കറുപ്പും മാത്രം 2 കളറുള്ളത്, കളർ ഫോട്ടോ ഒക്കെ നമ്മള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പഴയ സിനിമയില്ലേ അതേ മോഡൽ. ഈസ് എന്നാണെന്ന് തോന്നുന്നത്. ഈസ് എന്നാണ് തോന്നുന്നത് അല്ലേ? ഓക്കെ, ഇവിടെ നോക്കാട്ടോ. സാധാരണഗതിയിൽ ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടു എന്ന് പറയുമ്പോൾ ഒരു സിനിമയിലേ വരുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലാക്ക് ഒരു കളറ് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കളറ്. യെസ്, അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ 2 കളറിന് പ്ലൂറലാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. പക്ഷെ ഇവിടെ 6 വരുള്ളൂ പ്ലൂറലായിട്ട്. കാരണം എന്തുകൊണ്ടാണ്? എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ്, അപ്പൊ 2 ഫോട്ടോയും, ഒരു വെളുത്തതും ഒരു കറുത്തതും. ഈ എഴുതിയിരിക്കുന്നതിന് പകരം എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, രണ്ടാമത്തേൽ എ ഇല്ലാന്ന് വിചാരിക്കും, അപ്പൊ അവിടെ ഈസ് വരും, അപ്പൊ ഒരു ഫോട്ടോ. എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ഫോട്ടോ എന്ന് പറയുമ്പോൾ 2 ഫോട്ടോയും, ഒരു ബ്ലാക്കും ഒരു വൈറ്റും. യെസ്, അപ്പൊ എഴുതിക്കും 6 എഴുതിക്കും. എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ഫോട്ടോ ആർ ഓൺ ദ വാൾ. ഇനി നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി മറ്റേതും കൂടെ എഴുതിയിടാം. നമുക്ക് എഴുതിക്കും. സാർ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ആ. അപ്പൊ ഇവിടെ 2 വന്നിട്ടില്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്? യെസ്, ഒരു അപ്പൊ 2 എ വന്നു. രണ്ടാമത്തെ എ ഇല്ലാന്ന് വിചാരിക്കും, അപ്പൊ ഒന്ന് പറഞ്ഞു വെച്ചു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, അപ്പൊ സിംഗിൾ അല്ല, എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, അപ്പൊ ഉള്ളൂ. ഓക്കെ, പിടികിട്ടിയ? നമ്മൾ അതാണ് ഇനി എഴുതാൻ പോലെ എഴുതിക്കോ. എ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, WHIT, വൈറ്റ് ഫോട്ടോ dash on the wall, ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ഐഷ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞ്. സർ ഈസ് ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ഓക്കെ, ഈസ്. അപ്പൊ അടുത്ത ചോദ്യം വിദ്യനോടാണ്. വിദ്യ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് സെന്റൻസ് എഴുതാം. നോക്കിയോ, ദ സെക്രട്ടറി, SECRETARY, the secretary and ഓക്കെ വിദ്യ, ഞാൻ അടുത്തോട് ചോദിച്ചോളാം. താരക്കാണ് ചാൻസ്. ഓക്കെ, നോ പ്രോബ്ലം. ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ, TRE ASUR here, ഗച്ചാൻജി എന്ന് പറയില്ലേ, of the committee CO MMITTEE committee dash present, PRESENT, present here, here dash present here. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, കോമ ആർ ഉണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്ന് പറയുമ്പോൾ ഗജാൻജിയും, കമ്മിറ്റിയുടെ ഗജാൻജിയും സെക്രട്ടറിയും ഇവിടെ പ്രസന്റ് ആണ്. യെസ്, ഈസ് വെക്കാം, ആറ് വെക്കാം. താരക്ക് എന്ത് തോന്നുന്നു? രണ്ടുപേരില്ലേ, ഗജാൻജിയും സെക്രട്ടറിയും ഇല്ലേ? സെക്രട്ടറി ആൻഡ് ദി ട്രഷറർ എന്ന് വന്നിട്ടില്ലല്ലോ, അപ്പോ സിംഗുലർ. വെരി ഗുഡ്. ഇവിടെ ഈസേ വരുള്ളൂ. കാരണം ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടും ഒരാളാണ്. സെക്രട്ടറി തന്നെയാണ് ഗജാൻജി തന്നെയാണ് സെക്രട്ടറി, രണ്ടും ഒരാളാണ്, ഒരാളേ ഉള്ളൂ.
അപ്പൊ നമുക്ക് വിചാരിക്കാം ഇത് രണ്ടുപേരാകണമെങ്കിൽ താര പറഞ്ഞ പോലെ എങ്ങനെ വരണം? ദ സെക്രട്ടറി ആൻഡ് ദി ട്രഷറർ എന്ന് പറയുമ്പോൾ രണ്ടുപേരുണ്ട്. നേരെ മറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ, രണ്ടും ഒരാളാണ്. യെസ്. അപ്പൊ ഇതിന് നമുക്ക് ആൻസർ എന്ത് എഴുതാം? ഈസ് പ്രസന്റ് ഹിയർ. ഈസ് പ്രസന്റ് ഹിയർ. ഇനി ഇതിന്റെ അടിയിൽ മറ്റേ നമുക്കൊന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടി അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതാം. ഇരിക്കും the secretary and the treasurer, the treasurer, TREASURER, of the committee dash present, PRESENT, present here, here. ഓക്കെ, സാഹിലത്തെ ബ്രാക്കറ്റിൽ ഈസും ഉണ്ട്, ആറും ഉണ്ട്. പൂരിപ്പിച്ചോളൂ. 6 കറക്റ്റ് ആണ്. കാരണം എന്താണ്? ദ സെക്രട്ടറി ഉണ്ട്, ദ ട്രഷറർ. ഓക്കെ, അടുത്തത് ചോദ്യം. എഴുതിക്കോളൂ. My uncle and guardian, GUARDIAN, guardian dash gone, GONE, gone to school, SCHOOL. ബ്രാക്കറ്റില് ഹാസ്, കോമ, ഹാവ്. സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കുക, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കുക. ഇതിന്റെ അർത്ഥം ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഓക്കെ, രാസ്മി ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞോളൂ. എന്റെ അങ്കിളും ഗാർഡിയനും സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഹാസ്, മൈ അങ്കിൾ ആൻഡ് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ ഗാർഡിയൻ, ദ അങ്കിൾ ആൻഡ് ദ ഗാർഡിയൻ. യെസ്, ഓക്കെ, വെരി ഗുഡ്. മൈ അങ്കിൾ, അത് കഴിഞ്ഞ ശേഷം മൈ ഗാർഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരാവുള്ളൂ. യെസ്, അല്ലെങ്കിൽ ദി ഗാർഡിയൻ. അപ്പൊ അങ്കിൾ വേറെ, രക്ഷകർത്താവ് വേറെ, ഇതിനകത്ത് ഒരാളേ ഉള്ളൂ. യെസ്. അപ്പൊ ഇവിടുത്തെ അർത്ഥം ഹാസ് ആണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് മറന്നു പോവാതിരിക്കാൻ വേണ്ടിട്ട് മറ്റേതിന്റെ കൂടെ ഒരെണ്ണം എഴുതിക്കോ. മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ dash gone to school, yes. ബ്രാക്കറ്റില് ഓക്കെ, പറയാം. ഡോണ്ട് വറി. മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ ഡാഷ് ഗോൺ ടു സ്കൂൾ. ബ്രാക്കറ്റില് ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ജോസ്മി പൂരിപ്പിച്ചോ. My uncle, my guardian have gone to school. Very good. My uncle and my guardian have gone to school. Yes. അപ്പോ നിങ്ങൾ MT21 ആരംഭിച്ചിട്ട് ഇന്ന് കഴിഞ്ഞ ദിവസം ആരംഭിച്ചു MT21 അടുത്ത ബാച്ച്. ഞാൻ പറഞ്ഞിട്ടൊരു ചേച്ചി കേറിയിട്ടുണ്ട്. അതെ, ഇന്നലെ തൊട്ട് തുടങ്ങി പറഞ്ഞു. യെസ്, ഓക്കെ. ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞു. യെസ്, ഓക്കെ. ഇംഗ്ലീഷ് ഇവിടെ 2 പേരുണ്ടേ, അത് പറയാൻ പറ്റില്ല. മാറി മറിച്ചൊക്കെ വരാറുണ്ട്. ചിലപ്പോ ടീച്ചർ പറഞ്ഞ ജോബ് സാർ ആണെന്ന് പറഞ്ഞായിരുന്നു. യെസ്, 21 ഞാൻ തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പൊ 12 തീർന്നു, അപ്പൊ ഞാൻ ഫ്രീ ആയി. 12 കഴിഞ്ഞല്ലോ, അപ്പൊ ഫ്രീ ആയി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്നത്. ഓക്കെ, അപ്പൊ ഏതാണ് കുട്ടിയുടെ പേര്?
രമ്യ. രമ്യ ഫ്രം കൊല്ലം. കൊല്ലം. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ചോദിച്ചേക്കാം, ചോദിച്ചാൽ മതി അല്ലേ? ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പോ ഇനി ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം, കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അടുത്തത് എഴുതിയോ? സുനിത സുനിത ഓർ അല്ലെങ്കിൽ her 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 sisters, sisters, sisters dash dash come. Sunita or her sisters dash come. Bracket has, comma, have. Anu, it is your turn. സുനിതയും അവളുടെ സഹോദരിമാരും വന്നിട്ടുണ്ട്. യെസ്, അനു സ്ഥലത്തില്ലാന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, സേതുവിന് പാസ് ചെയ്യാം. സേതു, ഹാവ് അല്ലേ സാറേ? സുനിത അല്ലേ, ഒരാളല്ലേ ഉള്ളൂ? ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ലേ പറഞ്ഞ? സുനിത ഓർ അനിൽ എന്ന് പറഞ്ഞില്ലേ സാറ്? ഓർ ഹെയർ സിസ്റ്റേഴ്സ് ആണ്. ഓ, ഞാൻ അനിലെന്ന് ചേർത്തിട്ടുണ്ടായിരുന്നേ. അനിലൊക്കെ വേറെ വല്ല വഴിക്ക് പൊക്കോട്ടെ. ഓർ ഹെയർ സിസ്റ്റേഴ്സ്. ഓക്കെ ഓക്കെ, വരാം. ഓക്കെ സേതു, അപ്പൊ എന്താണ് തീരുമാനിച്ച വല്ല മാറ്റം ഉണ്ടോ? പറയാമോ സാറേ? ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കെ ഓക്കെ, ഏതൊരു സിനിമയിൽ നമ്മുടെ കുതിരോട്ടം കൊപ്പ് പറയണ പോലെ ഇപ്പൊ ശരിയാക്കി തരാം അല്ലേ? ഓക്കെ, ഹാവാണ് അല്ലേ? ഉറപ്പിച്ചു. ഓക്കെ, അനുവിന്റെ അഭിപ്രായം എന്താണ്? സർ ഹാവ് ആണെന്ന് വിചാരിക്കുന്നു. ഹാവ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ അത് ഹാവ് ആണ്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഓർ വരൂല്ലേ, ഓർ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, ഓർ കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് ഇല്ലേ, അതാ പരിഗണിക്കാവൂ. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഇവിടെ നോക്കിയേ, സുനിത ഓർ ഹെയർ സിസ്റ്റേഴ്സ്. അപ്പൊ ഓർ കഴിഞ്ഞിട്ട് വന്നത് ഏതാണ്? ഹെയർ സിസ്റ്റേഴ്സ്, അവളുടെ സഹോദരിമാർ. ആ ഓർ ഹെയർ സിസ്റ്റേഴ്സ് എന്നുള്ളതിന് പകരം ഹെയർ സിസ്റ്റർ ആണെന്ന് വിചാരിക്കും, അപ്പോൾ അവിടെ ഹെയർസ് വരുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, ഓർ എന്ന് പറയുന്ന വേർഡുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ന് പറയുന്ന വേർഡുണ്ടെങ്കിൽ, അത് കഴിഞ്ഞതിന് ശേഷം വരുന്നത് നോക്കിയിട്ടാണ്, അതാണ് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. അത് മാർജിനില് സൈഡ് എവിടെയെങ്കിലും കുറിച്ച് വെച്ചു. ഓർ ഉണ്ടെങ്കിൽ ഓറിന് ശേഷം വരുന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി അതിന്റെ വേറൊരു മോഡൽ കൂടി നമുക്ക് ചെയ്യാം. എനിക്കോ സുനിത or her brother, BROTHER, brother dash gone to, GONE, gone to Delhi. Sunita or her brother dash gone to Delhi. ബ്രാക്കറ്റില് ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഹാസ് ഉണ്ട്, ഡൽഹി.
ഡൽഹി, DELHI. അലീസ, അലീസയുടെ ടേൺ ആണ്, പറഞ്ഞോ. ഹാസ് അല്ലേ? കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടാണ് ഹാസ് വന്നത്? ഹെർ ബ്രദർ സിംഗുലർ സബ്ജക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് ഒന്ന് സുനിതയില്ല പിന്നെ അവിടെ സഹോദരൻ രണ്ടുപേരുണ്ടല്ലോ എന്ന് ചിന്തിക്കരുത്. ഓറ് ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇതാണ്. ആ ഓറ് വരുമ്പോ എന്ത് ചെയ്യണം? ആ ഓറിന് ശേഷമുള്ള വേർഡ് അതായിരിക്കണം സബ്ജക്റ്റ് ആയിട്ട് വേണ്ടത്. പണ്ട് SSLCക്ക് ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. SSLC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു fill in the blanks with A or an. ഒന്നുകിൽ A ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ ആൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക, A or an. ചില കുട്ടികൾ എന്ത് ചെയ്യും? എയും വെക്കൂല ആനും വെക്കൂല, ഡാഷിന്റെ സ്ഥലത്ത് ഓറ് വെച്ച് ഫില്ല് ചെയ്യും. അപ്പൊ ഈ പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് എന്ത് തോന്നും? ഓ, ഇത്രേ ഉള്ളു സ്റ്റാൻഡേർഡ്, പിന്നെ ആ കൺസെപ്റ്റിലേക്ക് നോക്കണത് അല്ലേ? ആ, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ ഇത് പണ്ട് ഇതുപോലെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇതിന്റെ ബ്ലാങ്ക്സ് വിത്ത് A or an എന്നുള്ള സ്ഥലത്ത് എയും ആനും വെക്കാണ്ട് ഓറ് വെച്ച് ഫില്ല് ചെയ്യുക. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾ സ്റ്റാൻഡേർഡ് ആയി. പഴയ കാലമുണ്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്തത് എഴുതി. either EITHER, either your uncles, 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 or your father dash come. ഒന്നുകൂടി പറയാം. either your uncles, UNCLES പ്ലൂറലാണ്, uncles or your father dash come. ബ്രാക്കറ്റില് ഹാസ് ഉണ്ട്, കോമ ഹാവ് ഉണ്ട്. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഓക്കെ, നികിത പൂരിപ്പിച്ചു പോകും. uncle has പറയാനായിട്ട് ഒരു ചെറിയൊരു മടി പോലെ ഒരു ചാൻസ്. അല്ല, അവിടെ അവിടെ ഐദർ വന്നോണ്ടേ ഒരു ഡൗട്ട്, ഹാവ് ആണോ ഹാസ് ആണോ? യെസ്, ഓക്കെ ഓക്കെ. ഒരു പുതിയൊരു വേർഡ് അവിടെ കിടക്കുന്നത് അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പ്രശ്നം വേണ്ടിയിട്ട് സർജനുകൾ കാണാം. അച്ചു, ചില കാര്യങ്ങൾക്ക് സർജനാണ് ബെസ്റ്റ് അല്ലേ? അച്ചു പറയൂ. Either your uncles or your father have come. ഹാവ് കം. യെസ്. അപ്പൊ അവിടെ അച്ചു ഹാവ് വെക്കാൻ കാരണം അങ്കിൾസ് എന്ന് വന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ഹാവ് വെച്ചു. നികിത അവിടെ ഹാസ് വെക്കാൻ കാരണം ഓറ് കഴിഞ്ഞിട്ട് യുവർ ഫാദർ, നിന്റെ അച്ഛൻ, സിംഗുലർ ആണ്. അപ്പൊ അതുകൊണ്ട് അത് വെച്ചു. ഓക്കെ, ഞാൻ വിഷയത്തോട്ട് വരാം. എന്താണ് ഹസീന, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. യെസ്, ഓക്കെ 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 ഓക്കെ. ഈ കാര്യത്തിൽ തീരുമാനം ആവട്ടെ, എന്ത് ഞാൻ പറയാന്നാണ് ഹസീന പറയുന്നത് അല്ലെ? നിയറസ്റ്റ് സബ്ജക്റ്റ് ആണ് നോക്കുമ്പോ ഹാസ് അല്ലേ വരിക? ആ, ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് വിഷയത്തോട്ട് വരാം. ഐദർ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് എന്നാണ്. ഐദർ പിന്നെ കുറച്ച് ഡോട്ട് ഉണ്ട്, പിന്നെ ഓറ്, പിന്നെ അടുത്ത വേർഡ്. യു വിൽ ഗെറ്റ് ഐദർ ബസ് ഓർ ട്രെയിൻ. ഒന്നുകിൽ നിനക്ക് ബസ് കിട്ടും അല്ലെങ്കിൽ നിനക്ക് എന്ത് കിട്ടും? ട്രെയിൻ കിട്ടും. യെസ്, യു വിൽ ഗെറ്റ് ഐദർ പെൻ ഓർ പെൻസിൽ. ഒന്നുകിൽ നിനക്ക് പേന കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പെൻസിൽ കിട്ടും. യെസ്, ഐദർ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് എന്നാണ്. യെസ്, ഓക്കെ. അപ്പൊ ഈ ഐദർ ഓർ ഇംഗ്ലീഷിൽ ഒരു കൺസ്ട്രക്ഷൻ ആണ്. ഐദർ ഓർ പോലുള്ള സെന്റൻസുകളിൽ ശ്രദ്ധിക്കേണ്ടത് ഓറ് കഴിഞ്ഞതിന് ശേഷം വരുന്നത് എന്താണോ അതായിരിക്കും സബ്ജക്റ്റ്. അപ്പൊ ഇവിടെ നോക്കി, ഐദർ യുവർ അങ്കിൾസ് ഓർ യുവർ ഫാദർ. അപ്പൊ എത്ര പേരുണ്ട്? യുവർ ഫാദേഴ്സ് എന്നല്ല, യുവർ ഫാദർ എന്നല്ല പറഞ്ഞേക്കണേ. യെസ്,
അപ്പൊ എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. അപ്പൊ അവിടെ എന്താ വരുള്ളൂ? ഹാസ് വരുള്ളൂ. അപ്പൊ നമ്മൾ സൈഡിൽ കുറിച്ചിട്ടേക്ക ഐദർ ഓർ വരുന്ന കൺസ്ട്രക്ഷനിൽ ഓർ കഴിഞ്ഞിട്ട് വരുന്നതേ സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കാവൂ. ഐദർ ഓർ കേട്ടോ. ഓക്കെ, ഇനി മറക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിന്റെ തന്നെ ഒരു വേറെ ഒരു മോഡലും കൂടെ നമുക്ക് ചെയ്യാം. എഴുതിക്കും. ഐദർ യുവർ ഫാദർ or your uncles, UNCLES. Either your father or your uncles dash come. ബ്രാക്കറ്റില് ഹാവ് ഉണ്ട്, ഹാസ് ഉണ്ട്. നയന ചുമ്മാ ഒരു നേരം പോക്കിനെ ഉത്തരവ് പറഞ്ഞത്. കഴിഞ്ഞ സബ്ജക്ട് പ്ലൂറൽ ആണ് വന്നിരിക്കുന്നത്. വെരി ഗുഡ്. യെസ്, കേട്ടോ. ഓർ കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നേക്കുന്നത് എന്താണ്? യുവർ അങ്കിൾസ് എന്നാണ്. അങ്കിൾ അല്ല, അങ്കിൾസ്. അപ്പൊ പ്ലൂറലാണ്. അതുകൊണ്ട് അവിടെ എന്ത് വരും? ഹാവ്. യെസ്, ഓക്കെ. അടുത്തത് അടുത്ത ആൾക്കാണ്? നംഷീനക്കാണ്. നൈദർ, NEITHER. Neither the teacher, TEACHER, nor the students, STUDENTS, students dash come to classroom. ഒന്നുകൂടി പറയാം. Neither the teacher nor the students, STUDENTS, students dash come to the classroom. ബ്രാക്കറ്റില് ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. യെസ്. അപ്പൊ ഇതിനകത്ത് സബ്ജക്ട് ഏതാണെന്ന് നോക്കുക. സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കണം, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. നംഷീനക്കാണ് ചാൻസ്. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നംഷീന ഒന്ന് ആലോചിച്ചോളൂ. ആ കൂട്ടത്തിൽ എല്ലാവരും ആലോചിക്കും. ഹാവ് ആണോ സാറേ? ഹാവ് ആണ് അല്ലെ? എന്തുകൊണ്ടാണ് നംഷീന ഹാവ് വെക്കാൻ കാരണം? സ്റ്റുഡന്റ് കുട്ടികളല്ലേ വരുന്നത്? സ്റ്റുഡന്റ് അല്ലേ? സ്റ്റുഡന്റ് ആണോ സ്റ്റുഡൻസ് ആണോ? സ്റ്റുഡൻസ് ആണ്. കുട്ടികള് പ്ലൂരൽ അല്ലേ വരുന്നത്? പ്ലൂറലാണ്. അപ്പൊ ഹാവ് അല്ലേ വരാ? അതിനിവിടെ ഓറലല്ല വന്നേക്കണേ, നോറല്ലേ? എന്നോറല്ലേ? നോറാണോ? ഓറല്ല. ഓറല്ലേ? നോർ. എന്നോ. അപ്പൊ ഹാസാ? ഹാസ്. അപ്പൊ ഹാസാന്ന് ചോദിക്കുമ്പോ എന്നോട് ചോദിക്കില്ല. ഒരു ഉത്തരം അവിടെ പറയും. ഹാസ്. ഓക്കെ. അപ്പൊ നമുക്ക് ഷിഗനെ കൂടെ അഭിപ്രായം ചോദിക്കാം. ഷിഗക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഷിഗ പറയും. ഷിഗ. ഷിഗ പിന്നീട് വരുന്നതാണ്. ഷൈബ. റേഞ്ചൊക്കെ ഉണ്ട്. പറഞ്ഞോളൂ. വേണോ ഹാവ് വേണോ? ഹാസ് ആയിരിക്കും. എന്താ പറയാൻ ഭാവിക്കുന്നുണ്ടല്ലോ, പറഞ്ഞോളൂ. സ്റ്റുഡന്റ് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് അല്ലേ സാറേ? ഹാവ് ആയിരിക്കും.
അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തോട്ട് വരാം. നമ്മൾ നേരത്തെ കൺസ്ട്രക്ഷൻ പറഞ്ഞില്ലേ, ഐദർ ഓർ തൊട്ട് മുമ്പ് പറഞ്ഞത്, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്. അപ്പൊ ഐദർ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എന്താണ്? പോസിറ്റീവ് വാചകമാണ്. ഒന്നിൽ അത് കിട്ടും അല്ലെങ്കിൽ ഇത് കിട്ടും. നൈദർ നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നെഗറ്റീവ് ആണ്. പിന്നെ അത് ഓർത്തിരിക്കാനായിട്ട് ഒരു എളുപ്പമുണ്ട്. നൈദർ എന്ന് പറയുന്ന വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? എൻ ആണ്. നെഗറ്റീവിന്റെയും ഫസ്റ്റ് ലെറ്റർ എന്താണ്? എൻ ആണ്. അപ്പൊ അത് അങ്ങനെയെങ്കിലും പക്ഷെ നമുക്ക് ഓർത്തിരിക്കാം. നൈദർ നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമില്ല ഇതുമില്ല എന്നാണ്. ഞാനിപ്പോ പറയാണ്, യു വിൽ ഗെറ്റ് നൈദർ ബസ് നോ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ്സും കിട്ടൂല ട്രെയിനും കിട്ടൂല, രണ്ടും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. യു വിൽ ഗെറ്റ് നൈദർ ബ്രേക്ക്ഫാസ്റ്റ് നോർ ലഞ്ച് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും കിട്ടൂല ലഞ്ചും കിട്ടൂല. നൈദർ നോർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഓർ വരുന്ന വാചകങ്ങളില് ഓറിന് ശേഷം വരുന്നതായിരിക്കും സബ്ജക്റ്റ് എന്ന് പറഞ്ഞു. അതുപോലെ നൈദർ നോറില് നോർ NOR നോർ, നോറിന് ശേഷം വരുന്നതാണ് സബ്ജക്റ്റ്. ഇനി നമുക്ക് വിഷയത്തോട്ട് വരാം. നോക്കിയേ, നൈദർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ്. STUDENTS ആണ് അല്ലെ? സ്റ്റുഡൻസ്. അപ്പൊ നമുക്ക് പറയാം അതെന്താണത്? പ്ലൂറലാണ്. അതുകൊണ്ട് അവിടെ എന്ത് വരും? ഹാവ് വരും. അപ്പൊ സൈഡിൽ എവിടെയെങ്കിലും കുറിച്ചിട്ടേത് നൈദർ നോർ എന്ന കൺസ്ട്രക്ഷനില് നോറിന് ശേഷം വരുന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കേണ്ടത് എന്ന് ഒന്ന് കുറിച്ചിട്ടു. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഇനി അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു മോഡൽ കൂടി ചെയ്യാം. എഴുതിക്കാം. ഈ സെന്റൻസ് മറിച്ചിടാം. നൈദർ ദി സ്റ്റുഡൻസ് STUDENTS, neither the students nor the teacher dash come to the classroom. Dash come to the classroom. ബ്രാക്കറ്റില് ഹാസും ഉണ്ട് ഹാവും ഉണ്ട്. രേവതിക്കാണ് ചാൻസ്. പറഞ്ഞോളൂ രേവതി. വെരി ഗുഡ്. കറക്റ്റ് ആണ്. കാരണം എന്താണ്? നോറ് കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നത് ടീച്ചർ അല്ലെ? സിംഗുലർ. ടീച്ചേഴ്സ് അല്ല, ടീച്ചർ എന്നാണ്. അപ്പൊ ഒരാളുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, അവിടെ ഹാസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്, വെരി ഗുഡ്. അധികം പഠിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇനി നമുക്ക് ഒന്നിന്റെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞാലും മതി. താര, ആ കുട്ടിയുടെ പേരെന്താണ് പറഞ്ഞേ? രമ്യ. ആ, യെസ്. ഞാൻ നിങ്ങളോട് അന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ഈസി ടു സീ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിസിബിൾ എന്ന് പറഞ്ഞു. ഈസി ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പോർട്ടബിൾ എന്ന് പറഞ്ഞു.
ഈസി ടു ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എഡിബിൾ എന്ന് പറഞ്ഞു. അത്രയും വരെ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. ഇനി അതിനകത്ത് ഒന്ന് രണ്ടെണ്ണം ബാലൻസ് ഇട്ടുണ്ട്. അത് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ മുൻപേട് പറയുന്നത് ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞെങ്കിലാണ് 3 പേർക്ക് നമുക്ക് പോയിന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. കേട്ടോ രേവതി? അപ്പൊ എന്റെ കൂടെ ആരെങ്കിലും ഒരാളും കൂടി ആരൊക്കെയാണ് 3 പേരെന്നുള്ളതൊന്ന് നോക്കണം. അപ്പൊ ആര് വീട്ടിലാവും? ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്? യെസ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഉത്തരം പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ? ഞാനും ഉത്തരം പറയട്ടെ. ഞാൻ നോക്കാം 3 പേര് ആരൊക്കെയായിരുന്നു. എന്നാലും ചിലപ്പോ എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയാൽ അത് ഇന്നതായിരുന്നു കറക്റ്റ് ചെയ്യുന്ന ഒരാളോ. ഓക്കെ, എല്ലാവരും നോക്കിക്കോട്ടെ. ചോദ്യം ഇതാണ്. ഈസി ടു ഹിയർ, HEAR, ഹിയർ. ഈസി ടു ഹിയർ. ഐശ്വര്യ, ഹസീന, അനു. ഐശ്വര്യ, ഹസീന, അനു. യെസ്, കറക്റ്റ് ആണ്. യെസ്, ദ ആൻസർ ഈസ് ഓഡിബിൾ. ഓഡിയേഷൻ എന്ന് പറയാല്ലേ? ഓഡിബിൾ. യെസ്, ഓഡിബിൾ. അടുത്ത ഈസി ടു റീഡ്, READ, റീഡ്. ഈസി ടു റീഡ്. എളുപ്പത്തിൽ വായിക്കാവുന്ന. അതല്ല, ഈസി ടു റീഡ്, എളുപ്പത്തിൽ വായിക്കാവുന്നത്. വേറൊരു വാക്കുണ്ട് അതിന്. യെസ്, അനു. യെസ്, അനു മാത്രമേ ഉള്ളൂ. അനു, രണ്ടുപേരുള്ളൂ അല്ലെ? അനു, ഷാഹിലത്ത്. ഓക്കെ, അനു നേരത്തെ വന്നിട്ടുണ്ട്. ഹസീന, ഷാഹിലത്ത് ആൻഡ് ഹസീന. അത് ആൻസർ എന്താണ്? ലെജിബിൾ എന്നാണ്. ലെജിബിൾ. മോശമായ കയ്യക്ഷരം എഴുതിയിരിക്കുന്നത് കണ്ടതിന് ശേഷം ഓ, ഇത് ലെജിബിൾ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ വായിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അർത്ഥം. ലെജിബിൾ അല്ല എന്ന് പറയുമ്പോൾ. യെസ്. അടുത്തത്. That can be measured, MEASURED. അളക്കുവാൻ സാധിക്കും. That can be measured. മെഷറബിൾ അല്ല, വേറെ വേർഡ് ഉണ്ടായിരുന്നു. യെസ്. അനു അല്ല, എന്നാലും അനുവിനെ ഞാൻ പരിഗണിക്കാം. യെസ്, that can be measured. അപ്പൊ ഉത്തരത്തിന്റെ അത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. യെസ്, ഷാഹിലത്ത്, അനു, ഷാഹിലത്ത്, ഐശ്വര്യ. ക്വാണ്ടിഫയബിൾ എന്നാണ്. QUANTIFIABLE. അടുത്തത് എന്തോ? പറയോ? QUANTIFIABLE. അടുത്തത് that can be. ഓക്കെ, ശരിയാ. That can be touched, TOUCHED. That can be touched. സ്പർശിക്കാൻ പറ്റുന്നതായ. That can be touched. അനു, ഉത്തരം എവിടെ? That can be tangible ആണോ? Tangible. Say correct answer. Very good. Okay. വർക്ക് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും കേട്ടില്ലേ? അല്ല സാർ, എനിക്ക് ഇടയിൽ ഒരു കോള് വന്നോണ്ടേ ആ ടൈപ്പ് മെസ്സേജ് ഓൺ ആക്കാൻ പറ്റിയില്ല. Okay, very good. TANGIBLE. അപ്പൊ നമുക്ക് അനുവിന് മാത്രം കൊടുക്കണേ. യെസ്, tangible. യെസ്, കറക്റ്റ് ആൻസർ. അടുത്ത് ഈസിയാണ്, എന്നാലും വെറുതെ ചോദിക്കണം. That can be
counted, COUNTED, that can be counted. And one word, yes, Anu, Aditya, Anu, Aditya, and Shagilat. Okay. Very good. Yes, countable. Yes. That can be carried, CARRIED, carried. That can be carried. Yes, Sheena, Aditya, Aisha. Sheena, Aditya, Aisha. Okay, correct answer. That is portable. Portable. Yes. That can be understood. That can be understood. മനസ്സിലാക്കാൻ പറ്റുന്ന, ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇതൊക്കെ വരുന്നത്. That can be understood. That can be understood. തിരിച്ചറിയാവുന്നതാണ്. സി വെച്ചിട്ടാണ്. ഫസ്റ്റ് ലെറ്റർ സി ആണ്. ഞാൻ ക്ലൂ ഇട്ടുണ്ട്. ഗ്രാസ്പബിൾ. സി വെച്ചിട്ട് കേപ്പബിൾ കഴിവുള്ളതാണ്. കറക്റ്റബിൾ അല്ല. സി വെച്ചിട്ട് യെസ്, അനു. യെസ്, അനു മാത്രമുള്ളല്ലേ? യെസ്. അപ്പൊ അതിന് മാർക്ക് കൊടുത്തിട്ടുണ്ട്. യെസ്. അപ്പൊ കോംപ്രഹെൻസിബിൾ കേട്ടോ. അച്ചു ഉണ്ട് അല്ലെ? യെസ്, അച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട്. യെസ്, കോംപ്രഹെൻസിബിൾ. COMPREHENSIBLE. That can be maintained. MAINTAINED. That can be maintained. That can be maintained. Maintain ചെയ്യാൻ പറ്റുന്ന. That can be maintained. Yes വെച്ചിട്ടാണ്. യെസ്, ഷീന എസ്സിൽ തുടങ്ങട്ടെ. That can be maintained. കേൾക്കുമ്പോൾ അത് കേട്ടിട്ടുള്ള വാക്കെന്ന് പറയും. യെസ്, ഐശ്വര്യ പരിഗണിച്ചിട്ടുണ്ട്. ഐശ്വര്യ, വെരി ഗുഡ്. ഐശ്വര്യ പിന്നെ വേറെ ആരുമില്ല അല്ലേ? യെസ്, ഐശ്വര്യ, ഷാഹിലത്ത്, ഒരാൾ കൂടി ചാൻസ് ഉണ്ടായിരുന്നു. ആരുമില്ല. യെസ്, ഐശ്വര്യ പരിഗണിച്ചിട്ടുണ്ട്. ഓക്കെ. സസ്റ്റൈനബിൾ ആണ് കേട്ടോ. സസ്റ്റൈനബിൾ. സൂപ്പറാ. സസ്റ്റൈനബിൾ ആണ്. ഓക്കെ. മാർക്ക് അവിടെ കിടപ്പുണ്ട്. നമുക്ക് ഇനി കിട്ടുമ്പോൾ മൈനസ് കേൾക്കാം. യെസ്, ഓക്കെ. യെസ്, അടുത്തത്
That can be done. That can be done. DON ചെയ്യാൻ സാധിക്കുന്നത്. That can be done. That can be done. ടാസ്ക് അല്ല, കേപ്പബിൾ അല്ല, ചെയ്യാൻ സാധിക്കുന്നതിന് ഡി വെച്ചിട്ടുള്ളൊരു വേർഡുണ്ട്. ഡിയിൽ തുടങ്ങുന്നൊരു വേർഡ്. ദാറ്റ് ക്യാൻ ബി ഡൺ. ഡൺ അല്ല, അതൊന്നുകൂടെ ഭംഗിയാക്കു. ഒരു ABLE ഒക്കെ ലാസ്റ്റ് വരാവുന്ന രീതിയിൽ ഒന്ന് ചിന്തിക്കൂ. യെസ്, നയന, ആദിത്യ, ഹസീന. നയന, ആദിത്യ ആൻഡ് യെസ്, ഡൂവബിൾ. കേട്ടോ, ഡൂവബിൾ ആണ്. ഓക്കെ. അടുത്തത് ആ ഇനത്തിലെ ലാസ്റ്റ് ആണ്. ദാറ്റ് ക്യാൻ ബി ഫോളോഡ്. ദാറ്റ് ക്യാൻ ബി ഫോളോഡ്, പിന്തുടരാൻ കഴിയുന്ന. ദാറ്റ് ക്യാൻ ബി ഫോളോഡ്. That can be followed. T വെച്ചിട്ടാണ്. T 10 T ആരംഭിക്കുന്നത്. That can be followed. ചിത്രരചനയിലൊക്കെ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. നോക്കട്ടെ, വേറെ ആരെങ്കിലും വന്നില്ലെങ്കിൽ നയനയുടെ കേസ് നമുക്ക് പരിഗണിക്കാം. കറക്റ്റ് ആൻസർ വേറെ കറക്റ്റ് ആയിട്ട് ആപ്പിൽ വന്നില്ലെങ്കിൽ നയനയുടെ നമുക്ക് പരിഗണിക്കാം. യെസ്, ആദിത്യ പോയിട്ടുണ്ട്. യെസ്, അപ്പൊ ആദിത്യനെ ഞാൻ പരിഗണിക്കുകയാണ്. ആദിത്യ, അനു. സർ, ട്രാക്കബിൾ ആണ് ഉദ്ദേശിച്ചത്, സ്പെല്ലിംഗ് മാറി. ട്രാക്കബിള്, ട്രേസബിൾ എന്ന് നിങ്ങൾ പറയാം. അപ്പൊ അനുവിനെയും ആദിത്യനെയും ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അനു ആൻഡ് ആദിത്യ. യെസ്, അപ്പൊ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. യെസ്, അപ്പോ മെച്ചപ്പെട്ട സ്കോറാണ് നിങ്ങൾ നേടിയിട്ടുള്ളത് എന്ന് ഓക്കെ അച്ചു യെസ് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ പോയിന്റ് പറയാം കേട്ടോ. യെസ്, നമ്മുടെ ഷീനക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അച്ചുവിനും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നയനയ്ക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഐഷയ്ക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, ഐശ്വര്യക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഹസീനക്കും 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3 പോയിന്റ് കിട്ടുകയും 3ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആര്? ഐശ്വര്യയും ഹസീനയും. ഷാഹിലത്തിന് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആദിത്യക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഷാഹിലത്തിനും ആദിത്യക്കും 4 പോയിന്റ് വീതം ലഭിക്കുകയും 2ാം സ്ഥാനം രണ്ടുപേരും കൂടി പങ്കിട്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്, വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി അനു 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അനു 1ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 താഴെ വന്നേക്കണവരൊക്കെ ഉണ്ട്. ഉത്തരം അറിയാലോ. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ഇല്ല നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റ് നടത്തി നോക്കിയതാണ്. ഓക്കെ, ഹൗവർ യുവർ പെർഫോമൻസ് വാസ് സൂപ്പർ. നമുക്ക് ഇതിന്റെ അകത്ത് കോൺഗോളിൽ ഇനിയും കുറച്ച് കാര്യം കൂടി ബാലൻസ് നിൽപ്പുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം.
Yes. About with your permission, I close today's session. So we will meet in the next class. അതുവരെ എല്ലാവർക്കും വണക്കം. Thank you, sir. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you, sir. Thank you, sir.